ഹലോ, ഇനി വിളിച്ചിനല്ലേ? ഞാൻ ധ്യാനെ വണ്ടി കയറ്റാൻ വേണ്ടി പോയതാ. വണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞ്. ഇല്ല, ഇന്നലെ ഓൻ ലീവല്ലേനാ, ഇന്നലെ പോയിക്കില്ല. ഇന്ന് വണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാ. പിന്നെ ഇനി കാണലുണ്ടാ? ഞങ്ങോട്ടെങ്ങാൻ പോയിനേനാ? എന്തെല്ലാം അടുത്ത അവസ്ഥ? പണിക്കെല്ലാം പോകുന്നുണ്ടോളി? ഇല്ല, ഞാനിനിയിപ്പോൾ ഇന്നൊന്നും വരില്ല. എന്തായാലും 2-3 ദിവസം ഇവിടെ നിൽക്കുന്ന പ്രജീഷേട്ടൻ പറഞ്ഞാൽ നോക്കിയിട്ട് പോവാന്ന്. ഇനിയിപ്പോൾ എന്നാന്ന് പ്രജീഷേട്ടൻ പറയാനല്ലോ ഇട്ട്. പിന്നെ ഇനി എൻ്റെ കുറേൻ്റെ പൈസ കൊടുക്കണം. ഞാൻ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരും. കൊടുക്കണേ. എന്നാൽ പിന്നെ ശരി, ഞാൻ വിളിക്കാട്ടാ. ചേച്ചി എവിടെ പോയതാ? ഞാൻ ധ്യാന വണ്ടി കയറ്റാൻ പോയേ. അതാ നല്ല വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ വണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. വന്നേന്. ചായ കുടിച്ചാ? ഇല്ല, ചായ വെച്ചിട്ടില്ല. എന്നാ തക്കൂട് പറയുന്നേ? കാറുണ്ട്. ചായ കുടിച്ചോ? ഇല്ല, ഞാൻ വിചാരിച്ചു ഒരുമിച്ച് കുടിക്കാം. അഞ്ഞുവിനെ കിടന്നിനല്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാണ്ടിരുന്നേ. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. കുളിച്ചിട്ട് ഒരുമിച്ച് എടുക്കാം. പിന്നെ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാം നമുക്ക് ഉച്ചക്ക്. ചേച്ചി ഒന്ന് നോക്കണേ. ഞാൻ കുളിച്ചിട്ട് വരും. ഞാൻ കുഞ്ഞു പോയി കുളിച്ചോ. ഇന്ന് പോകുന്നു ഞാൻ വിചാരിച്ച. ചെക്കനല്ലേ ഇവിടെ തന്നെ സ്കൂളിൽ വിട്ട് ഇവിടെ തന്നെ ആക്കാനോ തീരുമാനം. പോകുന്നൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് പോകുന്നു. ഇനിയിപ്പോൾ എന്നാ ചെയ്യുക? ഇത്രയും വേഗം എന്തേലും വഴി കാണണം, അല്ലെങ്കിൽ തലയിലാവും. പ്രജീഷേട്ടനാണേൽ വിളിച്ചു വരുത്തിയത് കൊണ്ട് പോകാനും പറയില്ല, പ്രശ്നം തീർക്കാനും പറയില്ല. ഒരു വഴി കിട്ടുന്നില്ലല്ലോ ആവശ്യ സമയത്ത്. ഒരു വഴി കണ്ട് അതിൽ പോയി കുളിക്കട്ടെ. കുളിച്ചിട്ടെ അവളെ ഞാൻ ഇവിടുന്ന് 100 പായിക്ക് നയിച്ചു. അയ്യോ, ചായ കുടിക്കാൻ ചേച്ചി, എന്നിട്ട് എനിക്ക് അങ്ങാടി പോണം. പാടാ ചായ കുടിക്കാൻ. എന്തെല്ലോ വേണമെന്ന് പറയാം. എന്തിനാ വേണ്ട എനിക്ക്? എന്തിനാ വേണ്ട? റെഡിയായാ? ഞാൻ റെഡി. ബാ, ചാടി പോകുന്നുണ്ടല്ലോ. ഇതെന്തോ അല്ല, ഇവിടെ പൊളിച്ചു വാരിയേനെ. അമ്മ പോയിട്ട് വരട്ടല്ലേ സാധനം വാങ്ങിട്ട്. അമ്മ പോയിട്ട് വരട്ടെ, മിഠായി മേടിച്ചിട്ട് വരട്ടെ. ടാറ്റ പറഞ്ഞോടിക്ക്. മിഠായി വാങ്ങിച്ചിട്ട് വരേ. ഇതുമ്പോ